ഇന്ന് 2025 മെയ് 20 കേരളത്തിലെയും ഇന്ത്യയിലെയും പ്രധാന വാർത്തകൾ ചുവടെ ചേർക്കുന്നു. 3 വയസ്സുകാരിയുടെ കൊലപാതകം. എറണാകുളം മൂഴിക്കുളത്ത് 3 വയസ്സുകാരിയെ പുഴയിൽ എറിഞ്ഞു കൊലപ്പെടുത്തിയ സംഭവത്തിൽ അമ്മ സന്ധ്യയ്ക്കെതിരെ കൊലക്കുറ്റം ചുമത്തി. മലപ്പുറത്ത് റോഡിൽ വിള്ളൽ. മലപ്പുറം ജില്ലയിൽ കൂരിയാട്ട് ദേശീയപാതയിൽ വിള്ളൽ കണ്ടെത്തിയതിനെ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ടു. പിണറായി സർക്കാരിന്റെ 5ാം വാർഷികം. പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള 2ാം സർക്കാർ 5ാം വർഷത്തിലേക്ക് കടക്കുന്നു. മലയാളി സ്റ്റാർട്ടപ്പിന് 160 കോടി ഫണ്ടിംഗ്. മലയാളിയായ രാഹുൽ ശശിയുടെ നേതൃത്വത്തിലുള്ള ക്ലൗഡ്സെറ്റ് സ്റ്റാർട്ടപ്പിന് 160 കോടി രൂപയുടെ ഫണ്ടിംഗ് ലഭിച്ചു. മോഹൻലാൽ നായകനായ തുതരം വൻ വിജയത്തിലേക്ക്. മോഹൻലാൽ നായകനായ തുതരം സിനിമ L2 എമ്പുരാൻ-നെ മറികടന്ന് മലയാള സിനിമയിലെ 2ാമത്തെ വലിയ ഹിറ്റായി. 6200 കോടിയുടെ വായ്പ തട്ടിപ്പ്. യൂക്കോ ബാങ്കിന്റെ മുൻ CMDയെ 6200 കോടിയുടെ വായ്പ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തു. മുംബൈയിൽ കുട്ടിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തി. മുംബൈയിൽ 2 വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ മാതാവിനെയും സുഹൃത്തിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് മിസൈൽ ഭീഷണി. പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് മിസൈൽ ഭീഷണി ഉയർന്ന സാഹചര്യത്തിൽ സുരക്ഷാ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തി. ഗാസയിൽ ഇസ്രയേൽ ആക്രമണം തുടരുന്നു. ഇസ്രയേൽ ഗാസയിൽ ആക്രമണം തുടരുന്നു. ഗാസ മുനമ്പിന്റെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുക്കുന്നതുവരെ പിന്മാറില്ലെന്ന് നെതന്യാഹു. ഖത്തറിൽ മലയാളി നിര്യാതനായി. ഖത്തറിൽ പ്രവാസി മലയാളി നിര്യാതനായി. മലപ്പുറം സ്വദേശിയാണ് മരിച്ചത്. കൊമ്മാട്ടിക്കളി ട്രെയിലർ പുറത്തിറങ്ങി. മാധവ് സുരേഷ് നായകനായ കൊമ്മാട്ടിക്കളി സിനിമയുടെ ട്രെയിലർ പുറത്തിറങ്ങി. മോഹൻലാൽ സിനിമാ സംഘടന അധ്യക്ഷസ്ഥാനം രാജിവെച്ചു. മോഹൻലാൽ മലയാള സിനിമാ സംഘടനയുടെ അധ്യക്ഷസ്ഥാനം രാജിവെച്ചു. പാനൽ പൂർണ്ണമായി പിരിച്ചു. IPL 2025 സൺറൈസേഴ്സ് ഹൈദരാബാദ് വിജയം. IPL 2025-ൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ലക്നൌവിനെതിരെ കൂറ്റൻ വിജയം നേടി. 20 തൃശൂരിന് തുടർച്ചയായ 3ാം ജയം. 20 ചാമ്പ്യൻഷിപ്പിൽ തൃശൂർ തുടർച്ചയായ 3ാം ജയം നേടി. എടത്വയിൽ മിനിവാൻ സ്കൂട്ടറിനെ ഇടിച്ചു. യുവാവ് മരിച്ചു. എടത്വയിൽ മീൻ കയറ്റുവന്ന മിനിവാൻ സ്കൂട്ടറിനെ ഇടിച്ച് യുവാവ് മരിച്ചു. പാലക്കാട്ട് അതിഥി തൊഴിലാളി തീവണ്ടിയിൽ നിന്ന് വീണ് കാലുകളറ്റു. പാലക്കാട്ട് പ്ലാറ്റ്ഫോമിൽ നിന്ന് തീവണ്ടിക്കടിയിലേക്ക് വീണ അതിഥി തൊഴിലാളിയുടെ കാലുകൾ നഷ്ടപ്പെട്ടു.